എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കയ്യിലുള്ള ഇൻഡോർ പോട്ട്സ് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻഡോർ ഗാർഡൻ ടൂർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ടപ്പോഴാണ് ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചത് ഈ പോട്ട്സ് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി പോട്ട്സ് വാങ്ങിക്കുന്ന കടയിൽ പോവുകയാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാം, അപ്പോൾ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പോട്ട്സ് വാങ്ങിക്കുന്ന കടയിലെ വീഡിയോയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്നത് ആലുവ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ സമീപമുള്ള ഗ്രേസ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പോട്ട്സ് കടയിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിക്കാറ്. അപ്പോൾ ഇവിടെ പോട്ട്സ് മാത്രമല്ല, ഒരുപാട് ഇൻഡോറായിട്ട് വയ്ക്കാൻ പറ്റിയ പ്ലാസ്റ്റിക് ചെടികളും ഫ്ലവേഴ്സും ഒരുപാട് കളക്ഷനൊക്കെ ആയിട്ടുള്ള നല്ലൊരു കടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഓരോന്നൊക്കെ കാണാം. ഡോറിലേക്ക് വയ്ക്കാൻ പറ്റിയ നല്ല അടിപൊളി ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ ഈ കാണുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ നല്ല വെറൈറ്റി ചെടികളൊക്കെ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്, അല്ലാത്ത നമ്മുടെ സാധാരണ ലൈവ് പ്ലാന്റ്സും ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെ എല്ലാ തരത്തിലുള്ള പോട്ട്സും ഉണ്ട് കേട്ടോ. ഇൻഡോറായിട്ടോ ഔട്ട്ഡോറായിട്ടൊക്കെ വയ്ക്കാൻ പറ്റിയ എല്ലാ തരത്തിലുള്ള പോട്ട്സും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല ഇൻഡോറായിട്ട് വയ്ക്കാൻ പറ്റിയ നല്ല പോട്ട്സുകളാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള പോട്ട്സുകൾ ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് ഈ കാണുന്നതൊക്കെ നല്ല ഭംഗിയാണ്, നല്ലൊരു കൗതുകം ഉള്ളതാണ്. പല കളറിലാണ് കേട്ടോ ഇത് വന്നേക്കണത്. അപ്പോൾ ഇതിനൊക്കെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും നമുക്ക് ഇതൊക്കെ വാങ്ങിച്ച് ഗിഫ്റ്റൊക്കെ കൊടുക്കാം കേട്ടോ. അത്രയും ഭംഗിയുണ്ട് കാണാനൊക്കെ. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പോട്ട്സാണ് എടുക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനായിരിക്കും നമുക്ക്. എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ് ഒക്കെ. നല്ല സെലക്ഷൻസ് ഉണ്ട്. ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുന്നത് ഞാൻ വരുമ്പോൾ ഇവിടെ കാണാറുണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലെ ലൈവ് പ്ലാന്റ് തന്നെ വയ്ക്കണം എന്നൊന്നുമില്ല. ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ്സ് ആണെങ്കിലും വെച്ച് സെറ്റ് ചെയ്യാനായിട്ടൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഈ പോട്ട്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു കപ്പും സോസറും പോലെ ഇരിക്കുന്ന പോട്ട്സാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പോട്ടാണത്. അതുപോലെ തന്നെ നമുക്ക് ബർത്ത്ഡേക്കോ മറ്റെന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു പോട്ടാണ് കേട്ടോ ആ കാണുന്നത്. ഇതൊക്കെ ഇതിൽ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമുക്ക് കൂടുതലും ഇൻഡോറിന് മാച്ച് ആവണത് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള
പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ, ചെടികളായിരിക്കും. വെള്ളം ഒഴിച്ചിരിക്കാനും ജോലിക്ക് പോണവർക്ക് അതൊക്കെ മെയിൻറ്റെയിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏറ്റവും നല്ലത് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ്സ് ഇങ്ങനത്തെ പോട്ടിൽ വെക്കുന്നതായിരിക്കും കേട്ടോ, ഇൻഡോറായിട്ട്. ക്യൂട്ടായിട്ടുള്ള നല്ല പോട്ട്സാണ് ആ കാണുന്നതൊക്കെ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഇപ്പോൾ പെരതാമസമോ എന്ത് ആവശ്യത്തിന് ബർത്ത്ഡേ ഫങ്ഷൻ എന്താണെങ്കിലും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു പ്ലേസാണ് കേട്ടോ ഇവിടെ. എന്താവശ്യത്തിനാണെങ്കിലും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ എല്ലാ തരം പോട്ട്സും പ്ലാന്റ്സും ഇവിടെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഇൻഡോറായിട്ട് വയ്ക്കാൻ പറ്റിയ നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിൽ പ്ലാസ്റ്റിക് ചെടി തന്നെ വന്നേക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്ലവേഴ്സിൽ വയ്ക്കാൻ പറ്റിയ ഒരുപാട് ഫ്ലവേഴ്സും ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായി പോകും. പിന്നെ ഒന്നും എടുത്തില്ലെങ്കിൽ തന്നെ ഇതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ചെടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് എടുത്തില്ലെങ്കിലും അത് നോക്കി കാണാനൊക്കെ നല്ല ഒരു കൗതുകമാണ് കേട്ടോ. എന്ത് ഭംഗിയിലാണെന്നറിയോ ഇവിടെ എല്ലാ പ്ലാന്റ്സും സെറ്റ് ചെയ്തേക്കണത്. ഇതൊക്കെ കണ്ടാൽ ശരിക്കും നമുക്ക് ഒറിജിനലായിട്ടാണ് തോന്നുള്ളൂ. പിന്നെ അടുത്ത് ചെന്ന് തൊട്ട് നോക്കുമ്പോഴാണ് ഇത് ഒറിജിനൽ അല്ല എന്നൊക്കെ മനസ്സിലാകുന്നത്. ഈ റെഡ് കളറൊക്കെ അഗ്ലോണിമയുടെയൊക്കെ പ്ലാസ്റ്റിക് വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വയ്ക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലാസ്റ്റിക് പ്ലാന്റ്സൊക്കെ ഇവിടെ നല്ലതായിട്ട് കിട്ടും. അപ്പോൾ ആലുവ അടുത്തുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഡ്രസ്സീനയുടെ ഒക്കെ ഒരു വിഭാഗത്തിൽപ്പെട്ട ചെടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് പോട്ട്സും നമുക്ക് ഇവിടെ നിന്ന് പോട്ട്സിൻ്റെ പലതരം കളക്ഷൻസും ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടുള്ള എല്ലാ പോട്ട്സും ഇവിടെ നിന്നാണ് വാങ്ങിക്കാറ്. പ്ലാസ്റ്റിക്കിൻ്റെയും എല്ലാനും ആയിട്ടുള്ള പോട്ട്സ്, ഹാങ്ങിങ് പോട്ട്സും അടക്കം എല്ലാ പോട്ട്സും ഇവിടെ നിന്നാണ് വാങ്ങിക്കാറ്. അത് നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ വെറൈറ്റി പോട്ട്സ് ആയിരിക്കും കേട്ടോ. അതായിരിക്കും ഇവിടുത്തെ പ്രത്യേകത. പിന്നെ നമുക്ക് ഏത് വലിപ്പത്തിലുള്ള പോട്ട്സും ഇവിടെ അവൈലബിൾ ആണ്. പോട്ട്സിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടുന്ന് ചെടിയും വാങ്ങിക്കാൻ പറ്റും. കുറച്ച് ചെടികളുടെ കളക്ഷൻസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇൻഡോറായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ചെടികളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. റീസണബിളായിട്ടുള്ള വിലയാണ് പോട്ട്സിനും ചെടികൾക്കും ഒക്കെ കേട്ടോ. ഇതൊക്കെ ഫ്ലവർ വേഴ്സിൽ വയ്ക്കാൻ പറ്റിയ ഫ്ലവറാണ് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ഫ്ലവർ വേഴ്സിന് വയ്ക്കാനുള്ള ഫ്ലവറൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് എടുത്തിരുന്നത്. പിന്നെ ചെടികൾ എന്ന് പറഞ്ഞില്ലേ, കുറച്ച് ഇൻഡോറായിട്ട് വയ്ക്കാൻ പറ്റിയ ഇത് റബ്ബർ പ്ലാന്റും പാമും മണി പ്ലാന്റ്, അഗ്ലോണിമ, കാറ്റക്സ്, അങ്ങനെ ഒരുപാട് ചെടികൾ ഇൻഡോറായിട്ട് വയ്ക്കാൻ പറ്റിയ സൈസ് മണി പ്ലാന്റ്, അങ്ങനെയുള്ള ഒരുപാട് ചെടികളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോട്ട്സ് മാത്രമല്ല, അത്യാവശ്യം ഇൻഡോറായിട്ട് വയ്ക്കാൻ പറ്റിയ ചെടികളും ഇവിടെ നിന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.